ഹലോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഓണമൊക്കെ ആയില്ലേ. അപ്പോൾ ഞങ്ങൾ കോളേജിൽ ഓണ സെലിബ്രേഷൻ 12-നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 3 days ആയിട്ട് ഓണ സെലിബ്രേഷൻ്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ 3 days ആയിട്ട് കേട്ടോ ഓണം പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് 2 days ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ ലാസ്റ്റത്തെ ദിവസം നമുക്ക് ഫോർമൽ ഇനോഗ്രേഷൻസും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ബാനർ റിലീസ് ഉണ്ടായിരുന്നു 10-ാം തീയതി. അപ്പോൾ നല്ലപോലെ ബാനർ റിലീസൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാഷ് മോബൊക്കെ കളിച്ച് നമ്മുടെ ഓണത്തിൻ്റെ പേര് ഹൈലൈറ്റ്സാണ് കേട്ടോ. ഒരു അടിപൊളി ബാനറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എൻ്റെ ബാനർ റിലീസൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ എന്താണെന്നുള്ള പ്ലാനിങ് ഒക്കെ കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് തീറ്റ മത്സരത്തിന് നമ്മൾ ബണ്ണാട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. തീറ്റ മത്സരത്തിന് കാണുന്ന പോലെയല്ല, ഭയങ്കര ടാസ്ക്കായിരുന്നു കഴിക്കാൻ വേണ്ടി. വെള്ളം ഇല്ലാണ്ടിട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ കുറേ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ആൾക്കാർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കൂടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു പരിപാടിക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് വർക്ക് ചെയ്യുക, ഒന്നിച്ച് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടിരിക്കുക. സാധാരണ കുറച്ച് പേര് മാത്രമാണ് വർക്ക് ചെയ്യാറ്, അല്ലെങ്കിൽ പലരും പങ്കെടുക്കാറില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ആയപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓലയൊക്കെ ഇട്ടുമാർ വരുന്നത് കേട്ടോ. ഇതെന്തിനാന്ന് തന്നെ ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാം വെട്ടിക്കണ്ടിച്ചിട്ട് ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ ഓലയല്ല വേണ്ടത്, പക്ഷെ ഇതേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പാടായിരുന്നു, പിന്നെ പെട്ടെന്ന് അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പിന്നെ ഗ്രൂപ്പായിട്ടിരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്തിട്ടോ ചെയ്തത്. അപ്പോൾ അത്രയും കഷ്ടപ്പാട് തോന്നിയില്ലായിരുന്നു. പിന്നെ ഒരൊറ്റ കത്രിക കൊണ്ടാട്ടോ അത്രയും സെറ്റ് ചെയ്തെടുത്തത്. കുറച്ച് കഷ്ടപ്പാടാണ് ആദ്യം, പിന്നെ അതങ്ങ് സെറ്റായി വരും. പിന്നെ തന്നെ നമ്മൾ പ്രോഗ്രാംസൊക്കെ ഓരോ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. സുന്ദരിക്കപ്പെട്ടോടുള്ള കേട്ടോ ഇത്. അതുപോലെ കുപ്പിവെള്ളം നിറയ്ക്കൽ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റില്ല, തിരക്കായിരുന്നു നല്ലപോലെ. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചാൽ നമ്മൾ ഹാങ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ പ്ലാവിൻ്റെയും മാവിൻ്റെയും ചക്കേൻ്റെയും മാങ്ങേൻ്റെയൊക്കെ എന്തൊക്കെയോ ഇലകൾ പല സ്ഥലത്തുനിന്നും പല കാര്യങ്ങൾക്കും പറിച്ചിട്ടുണ്ട്, കോളേജിൻ്റെ അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട്. പിന്നെ മൈലാഞ്ചിയൊക്കെ പിള്ളേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. പിന്നെ നമ്മൾ എല്ലാ ഡ്യൂട്ടീസൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എപ്പോഴും പെട്ടെന്ന് അങ്ങ് സന്ധ്യയാവും. പിന്നെ ഹോസ്റ്റലിൽ കയറേണ്ട ടൈമാവും. പിന്നെ സാറാണെങ്കിൽ നമുക്ക് 8 മണി വരെ പെർമിഷൻ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ പുറത്ത് നിൽക്കും. എന്നിട്ട് ഹെൽപ്പൊക്കെ ആക്കിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു. 4th ഇയേഴ്സും അതുപോലെ 3rd ഇയർ ജീവനും കൂടെ കേട്ടോ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ അതേ ഉള്ളിലാണെങ്കിൽ നമ്മൾ അത്തപ്പൂവിനുള്ള സെറ്റപ്പൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സമയം അങ്ങ് ഒട്ടും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആക്കണമെന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് ആക്കി വെക്കാനുള്ള ഇതിലാട്ടോ ഇപ്പോൾ ഈ ധൃതിക്കെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ ഒരു യൂട്യൂബറാട്ടോ ഓടിയത്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കേട്ടോ കുറേ പേർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. അപ്പോൾ നൈറ്റൊക്കെ തന്നെ ഫ്ലാഷൊക്കെ അടിച്ചിരുന്നുണ്ടോ മൈലാഞ്ചി ഇടുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഇത്ര നേരം എല്ലാവരും ഒന്നിച്ച് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല എൻ്റർടൈൻമെൻറ്റും കൂടി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ വെള്ളം ഉണ്ടാക്കുന്ന ടീമാട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ പൂക്കളം രാത്രി തന്നെ സെറ്റ് ചെയ്തു. രാവിലെ നമുക്ക് റെഡി ആവാനൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ പൂക്കളം ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പൂവൊക്കെ ബാക്കിയുണ്ടായിരുന്നു. രാവിലെ പോയി കുറേ ഫ്രണ്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ രാവിലെ നമുക്ക് ഇതിൻ്റെ എൻട്രിക്കൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല വെയിലുമായിരുന്നു. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് തുള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് മേക്കപ്പൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊന്നും അധികം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻട്രിയൊക്കെ അടിപൊളിയായിരുന്നു. പ്രോഗ്രാംസൊക്കെ അടിപൊളിയായിട്ട് നടന്നു. പിന്നെ നമ്മുടെ മെഗാ തിരുവാതിര കേട്ടോ, നമ്മുടെ 4th ഇയേഴ്സിൻ്റെ ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് പരിപാടിയെല്ലാം കളറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കൊരു 2 o'clock ആയപ്പോഴത്തേക്കും കേട്ടോ ഫുഡൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ എല്ലാവരും നല്ല വിശന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജൂനിയർ പിള്ളേരാട്ടോ, ഇവരൊക്കെ ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ലാസ്റ്റ് ഇയർ ആയിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഓണത്തിൻ്റെ ഈ പരിപാടി. പിന്നെ ഇതിൻ്റെ എല്ലാവർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ജൂനിയേഴ്സും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഹാപ്പിയാണ്. അത്രയുള്ള വീഡിയോ.